ഭർത്താവുമായുള്ള ബന്ധം വേർപെടുത്തിയ സുധ അമ്മ അശ്വതിയോടൊപ്പം പൂത്തോട്ടയിലായിരുന്നു താമസം. ഹൈക്കോടതി മുൻ ജീവനക്കാരിയായ അശ്വതി വഴിയാണ് മകൾ സുധയുമായി ഷാജി ബന്ധം സ്ഥാപിച്ചത്. മാനസിക വിഭ്രാന്തിയോടെ പെരുമാറിയിരുന്ന സുധ ഇടയ്ക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യം മുതലെടുക്കാൻ ഷാജി ശ്രമിച്ചു. അങ്ങനെയാണ് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ആ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഷാജി കൊണ്ടുവന്നിട്ടത്. കൊച്ചി വൈറ്റിലയിൽ കോട്ടയം സ്വദേശിനി സുധയെ പ്രതി കൊലപ്പെടുത്തിയത് പെട്ടെന്നുണ്ടായ പ്രകോപനം കാരണമെന്ന് പോലീസ്. ആസൂത്രിതമായ ഒരു കൊലപാതകമല്ല ഇത് എന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. പിന്നാലെ ഉണ്ടായ കയ്യാങ്കളിക്കിടെ ഷാജി യുവതിയുടെ വായും മൂക്കും അമർത്തിപ്പിടിച്ചു. അപ്പോഴാണ് സുധ മരിച്ചത്. വീട്ടുകാർ അറിയാതെ അടുത്ത ബന്ധത്തിലായിരുന്നു സുധയും ഷാജിയും. അടുത്തിടെ ഈ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതക കാരണമെന്ന് ഷാജി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി മുൻ ജീവനക്കാരനായിരുന്ന ഷാജിയും കൊല്ലപ്പെട്ട സുധയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ വൈറ്റില റെയിൽവേ പാലത്തിന് താഴെ സുധയുമായി എത്തിയ ഷാജി കൊലപാതകം നടത്തുകയായിരുന്നു. ട്രെയിൻ തട്ടിയുള്ള മരണം എന്ന് വരുത്താൻ മൃതദേഹം റെയിൽവേ പാളത്തിൽ കിടത്തി ഷാജി കടന്നുകളഞ്ഞു. പുലർച്ചെ സമീപത്തെ ട്രാക്കിലൂടെ പോയ അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് മൃതദേഹം കിടക്കുന്നത് പോലീസിനെ അറിയിച്ചത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് എത്തിയ പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കാക്കനാട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കല്ലുപയോഗിച്ച് മുഖത്തും തലയിലും ഇടിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിന് ശേഷം സുധയുടെ മൃതദേഹം ട്രെയിൻ തട്ടി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഷാജി റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചിട്ടു. എന്നാൽ ഇയാൾക്ക് പറ്റിയ വലിയ അബദ്ധം, ആ ട്രാക്ക് നിലവിൽ ട്രെയിനുകൾ ഓടാത്ത ഒന്നായിരുന്നു. മൃതദേഹം ട്രാക്കിൽ കിടന്നിട്ടും ട്രെയിൻ കയറാത്തത് പോലീസിന് സംശയത്തിന് ഇട നൽകി. സമീപത്തെ മറ്റൊരു ട്രാക്കിലൂടെ പോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ഈ മൃതദേഹം കണ്ട് RPFനെ വിവരം അറിയിച്ചു.